നോമ്പിനേക്കുള്ള 5 മസാലപ്പൊടി നമുക്കൊന്ന് തയ്യാറാക്കി വെച്ചാലോ. സൂപ്പർ ഫ്ലേവറാണ്. കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമൂസക്കാണെങ്കിലോ ബിരിയാണിക്കാണെങ്കിലോ യമൻ മന്തിക്കാണെങ്കിലോ എന്തിനും പൊളി ഫ്ലേവറിലുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പിയാണ് അവിടെ പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ, എന്തായാലും ഉപകാരപ്പെടും. നോമ്പിന് ഇത് മാത്രം മതി കേട്ടോ, ഓരോന്നിനും വ്യത്യസ്ത ഫ്ലേവർ കൊടുക്കാനായിട്ട്. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. യമൻ സ്പെഷ്യലായിട്ടുള്ള മന്തി മസാലപ്പൊടിൻ്റെ റെസിപ്പി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കിയാലോ. 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുകയല്ല, കൂടുതൽ വേണം അങ്ങനെ എടുത്തോളൂ. 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം പൊടിക്കാത്ത കുരുമുളക്, 1 ടേബിൾ സ്പൂണോളം കൊത്തമല്ലി, 10 ഏലക്കായ. ഇത് നമുക്കൊരു മീഡിയം ഹോട്ടലിലിട്ടിട്ട് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ യമനിയോളം മന്തി പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ. കൂടുതൽ ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂണ് കുരുമുളക് അങ്ങനെ എടുക്കുക കേട്ടോ. ഏലക്കായ ഒരു 20 ആ കണക്കിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഉണക്കനാരങ്ങ വേണം. അതൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമാവും. ഉള്ളിൽ വല്ല വൃത്തികേടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അളവിൽ ഒരൊറ്റ നാരങ്ങ മാത്രം മതി. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്പീഡിൽ വറുത്തെടുക്കല്ല കേട്ടോ, കരിഞ്ഞു പോവുകയും ചെയ്യും. കറക്റ്റായിട്ട് നമുക്ക് പൊട്ടി കിട്ടത്തുമില്ല. അപ്പോൾ നല്ല രീതിക്ക് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് പൊടിച്ചെടുക്കാം. ഓരോ നാടിൻ്റെ മന്തിക്കും ഓരോ ഫ്ലേവർ ആവാനുള്ള കാരണം എന്താ അറിയോ, അതിൽ ചേർക്കുന്ന മസാലപ്പൊടിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് യമൻ മന്തി തയ്യാറാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ഫ്ലേവർ കിട്ടും. ഇനി അടുത്തതിലേക്ക് ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 ഏലക്കായ, 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പട്ട വേണം. പിന്നെ ഒന്ന് അത്യാവശ്യം വലുത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. 2 വയനയില വേണം. പിന്നെ വേണ്ടത് ജാതിക്ക 1 കുത്തിയതാണ്, അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, അതും 1 ടേബിൾ സ്പൂൺ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗ്രാമ്പുമാണ്, അതൊരു 10 എണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി വേണം, അതും കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും പൊടി വേണം. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂൺ അത്ര മതി. പിന്നെ നാരങ്ങ വേണം, ഉണക്ക നാരങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് അറബിക് ബിരിയാണി, അതുപോലെ കബാബ്, ടിക്ക, പിന്നെ ഗ്രില്ലഡ് ചിക്കനൊക്കെ അങ്ങനെ പ്ലാൻ ആക്കുകയാണെങ്കിൽ ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് അരപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അതായത് ഇഞ്ചി, വെള്ളുള്ളി അങ്ങനത്തെ ഒക്കെ നമ്മൾ അരപ്പ് തയ്യാറാക്കൂലേ, അതിൽ ഈ ഒരു പൊടി ചേർത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന ചിക്കനിലോട്ടേക്കോ എന്തിനേക്കോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. അറബിക് ബിരിയാണിക്ക് ഇത് പെർഫെക്റ്റാണ്. ഇനിയിപ്പോൾ മന്തിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. ഇനി നിങ്ങൾ പാസ്ത അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറബിക് പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ റമദാൻ പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാഷാഅല്ലാഹ് അമേസിങ് ഫ്ലേവറാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും അതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് നല്ല രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എന്താ മണം എന്നറിയോ. അപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പറഞ്ഞ ഫുഡിനൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ടിക്കയിലും കബാബിലും പിന്നെ അതേപോലെ നമ്മുടെ ഷമ്മി കബാബൊക്കെ നമ്മൾ തയ്യാറാക്കില്ല, അതിലൊക്കെ ഇത് പെർഫെക്റ്റ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. ഫസ്റ്റ് ഞാൻ പൊടിച്ചപ്പോഴേ ഒരു നാരങ്ങൻ്റെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, അത് പൊടിഞ്ഞിട്ടില്ല. ഇന്ന് രണ്ടാമത് വീണ്ടും പൊടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴങ്ങനെ പൊടി മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്കൊരു പാനിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് കൊത്തമല്ലി, 10 ഏലക്കായ, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കണേ. നമുക്കിത് നല്ല രീതിക്ക് വറവ് ശരിയാകുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കണമെന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് പുതിനല്ലൻ്റെ ഇലയാണ്, അതായത് ഉണങ്ങിയ ഇല ഉണ്ടാകുമല്ലോ, അതൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കണേ. ഈ ഒരു മസാലപ്പൊടി ഞാൻ എന്തിനാ അറിയാം തയ്യാറാക്കുന്നത്, അതായത് നമ്മൾ സമൂസൻ്റെ പണ്ടം, ഇറച്ചിപ്പത്തിരിൻ്റെ പണ്ടൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലോ, അതിൽ ഇതൊരു 1/4 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ട് ആ പണ്ടം തയ്യാറാക്കുകയാണെങ്കിൽ പൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പൊടിച്ചിട്ടുണ്ട്. നൈസായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ സമൂസക്കൊക്കെ നല്ല വ്യത്യസ്ത ഫ്ലേവറായിട്ട് തന്നെ കിട്ടും കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിയും ചിക്കനൊക്കെ ഉണ്ടാകുമല്ലോ, അതിനാണ് നമ്മൾ പണ്ടെന്ന് പറയാം. ഇനി അടുത്തത് ഞാനിവിടെ കുരുമുളകും കൂടെ പൊടിച്ച് വെക്കുന്നുണ്ട്. നോമ്പിനേക്ക് നമുക്ക് കുറച്ചധികം കുരുമുളക് പൊടിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമായല്ലോ.
കുരുമുളകിൻ്റെ പൊടിയൊന്നും അങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങല്ല കേട്ടോ. പക്ഷെ ഒരു ഉറുപ്പ്യൊക്കെ കൊള്ളൂല. എപ്പോഴും മുഴുവനായിട്ടുള്ള കുരുമുളക് വാങ്ങുക, അത് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി കഴിഞ്ഞതിന് ശേഷം അതേപോലെ ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ പിന്നെ നോമ്പ് സമയങ്ങളിലൊക്കെ എളുപ്പമായല്ലോ കറിയൊക്കെ അങ്ങനെ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ 4 തരം പൊടി ഇപ്പോഴേ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ അളവ് കൂടുതലാക്കി എടുത്താൽ മതി കേട്ടോ. വ്യത്യസ്ത ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഓരോ ഫുഡിനും വ്യത്യസ്ത ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു പ്ലേറ്റിലുള്ളത് എന്തെല്ലൊക്കെ പൊടികളാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. വറ്റൽമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂണോളം പിന്നെ ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂണോളം ഗാർലിക് പൗഡർ, കസൂരി മേത്തിൻ്റെ ഇല ഉണ്ടല്ലോ അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. അതിനുശേഷം വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് 1 ടേബിൾ സ്പൂണ്. പിന്നെ പുതിനൻ്റെ ഇല അതൊരു 1/4 ടീസ്പൂൺ, ആ രീതിക്ക് മതി കേട്ടോ. എന്നിട്ട് ഇത് സ്പൂണ് വെച്ചിട്ട് ശരിക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പൊടി ഞാൻ എന്തിനൊക്കെ അറിയോടാറ്, നമ്മൾ മീനിൻ്റെ ബ്രോസ്റ്റഡൊക്കെ തയ്യാറാക്കുമല്ലോ, അതുപോലെ ഫ്രൈഡ് ചിക്കന് തയ്യാറാക്കുമ്പോൾ, ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ, ഷെസ്വാൻ നൂഡിൽസ്, ഹക്ക നൂഡിൽസ്, ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു പൊടി ചേർക്കുകയാണെങ്കിൽ മാഷാഅല്ലാ പൊളി ഫ്ലേവർ ആയിരിക്കും. അതായത് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കന്, ബ്രോസ്റ്റഡ് ഫിഷൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തതൊക്കെ തയ്യാറാക്കുമ്പോൾ മീനിൽ മസാല പുരട്ടുന്നത്, ചിക്കനിൽ മസാല പുരട്ടുന്നതൊക്കെ ഈ ഒരു പൊടി വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ഫ്ലേവർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതേപോലെ ഈ ഒരു പൊടി സ്പൂണ് വെച്ചിട്ട് തന്നെ മിക്സാക്കിയാൽ മതി കേട്ടോ. അല്ലാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കരുത്. അപ്പോഴിത് നമ്മൾ വറുക്കാതെ തയ്യാറാക്കിയൊരു പൊടി ആയതുകൊണ്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ. കാരണം ഇപ്പോൾ തണുത്ത കാലാവസ്ഥ അല്ലേ, ചിലപ്പം പൂപ്പൽ വരികയാണെങ്കിലോ. അപ്പോൾ ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാൻ വറുത്തെടുക്കാത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ മല്ലിപ്പൊടി ഇതൊക്കെ വറുത്ത സാധനം തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താക്കും, പിന്നെ എന്താണ് ഇഞ്ചി വെള്ളുള്ളിൻ്റെ പൗഡർ, ഇഞ്ചിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ആകുന്ന സമയത്തൊരു ടെൻഷൻ. അതാണ് ഞാൻ പറയുന്നത്, പുറത്ത് വെക്കേണ്ട, ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചോളൂ. വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണേ. പക്ഷേ ഈ ഒരു മിക്സിങ് പൊള്ളിയാണ് കേട്ടോ. ഇതിലോട്ടേക്ക് നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും, അജിനാമോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നൊന്നുമില്ല രുചി കൂട്ടാനായിട്ട്. നമ്മൾ ശരിക്കും രുചി കൂട്ടാനായിട്ട് നമ്മുടെ മസാലപ്പൊടി തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ എൻ്റെ ഇതിൽ പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ മസാലപ്പൊടിൻ്റെ റെസിപ്പീസ് മാത്രമായിട്ട് എല്ലാവരും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ഓരോന്നിനും ഓരോ ഫ്ലേവർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പൊടികളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതും വ്യത്യസ്ത രീതിയിലുള്ള പൊടി തന്നെയാണ്, നല്ല ഫ്ലേവർ കിട്ടുന്ന പൊടി തന്നെയാണ്. ട്രൈ ചെയ്യുക. മന്തിക്കാണെങ്കിലോ യമൻ മന്തിക്കാണെങ്കിലോ സമൂസ, ഇറച്ചിപ്പത്തിരി എല്ലാത്തിനും സൂപ്പറാണ്. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നോമ്പിനേക്കുള്ള വ്യത്യസ്ത ഫ്ലേവറിലുള്ള മസാലപ്പൊടിയൊക്കെ കിട്ടിയല്ലോ അല്ലേ. ഒക്കെ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് കാണിച്ചത്. കൂടുതൽ ക്വാണ്ടിറ്റിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.